ഉള്ളത് പറഞ്ഞാൽ സാറേ ഒരു 20 രൂപ കൊടുത്താ സാറേ. 20 രൂപ എന്തിന്? ഓട്ടോക്കാശ് കൂടി സാറേ. ഈ മീറ്ററിൽ കാണുന്ന കാലം 10 രൂപ കൂടുതലാണ് കൊടുത്തത്. ചുമരടി കൊടുക്ക, ഞാൻ അമ്മാവന്റെ മേടിച്ച് തരാം. 20 രൂപ എന്നൊക്കെ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 10 രൂപ ഇനി ഞാൻ ഈ ഓടി കയറുമ്പളേ എന്നെ സ്പീഡിന് പറത്തി കൊണ്ടോണേ. ഈ ചായ നോക്കിക്കോ, ഇനി ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് ഓട്ടിൽ കുറെ ആള് കയറുമെന്ന്. അങ്ങനെ എനിക്ക് വേണ്ട. നിർബന്ധിച്ചാലേ നീ കുടിക്കും. എനിക്ക് വേണ്ട ചേട്ടാ, ചേട്ടൻ കഴിക്കേ. വേണ്ടേ? വേണ്ട. മുട്ട വേണ്ടേ? വേണ്ട. ഇനി താ ഇങ്ങോട്ട്. വിചാരിച്ചു അതിന് നിർബന്ധിക്കേണ്ടി വരുമെന്നു. എന്നും ചെയ്യുന്ന അത്ര കസർത്ത് ഇന്ന് ചെയ്തില്ല കേട്ടോ. ഓ, ഇത്രയും ചെയ്ത പാടെ എനിക്ക് തന്നെ അറിയാം. ഈ വയസ്സാം കാലത്തല്ലേ ഇനി കസർത്ത്. പിന്നെ വയസ്സ്, നിങ്ങൾ ഇപ്പോഴും ചെറുപ്പല്ലേ. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല, എന്റെ കാര്യം. പിന്നെ കളിയാകുന്നു പോ. ടോമിച്ചനല്ലേ അതല്ലേ? ചുമ്പാണിക്കണത് ഭാര്യയും ഭർത്താവും ആകുമ്പോ ഇച്ചിരി പ്രേമമൊക്കെ വേണം. നമുക്ക് എത്ര പ്രായം ചെയ്താലും ഇച്ചിരി പ്രേമമൊക്കെ വേണമെന്നേ. എന്തിനാണ്? ഓ, ടോമി സാറിന് അല്ലെങ്കിലും ഭയങ്കര പുച്ഛമാണല്ലോ, സർവ്വതിനോടും പുച്ഛം. എന്നും രാവിലെ എന്നെ കൊണ്ട് 1 മണിക്കൂർ കസർത്ത് എടുപ്പിച്ചെങ്കിൽ ഇവക്കൊരു സമാധാനമുള്ളൂ. രാത്രി രണ്ടെണ്ണം കഴിച്ചിട്ടല്ലേ വരാറ്. രാവിലെ ഒന്ന് വേർക്കുമ്പോഴേക്കും അതങ്ങ് പോകും. ചെന്നെ അവമാനപ്പെടുത്തില്ല കേട്ടോ. അമ്മാനെ പോലെ തന്നെ ഇച്ചാനും. അല്ല അങ്ങനല്ല, രാവിലെ നടക്കാമോ, എക്സസൈസ് ഒക്കെ ചെയ്യും. ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് മൂടി പോയിട്ട് കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങി. പുറത്തുനിന്ന് സംസാരിക്കാം രണ്ടുപേരും. അന്നേ മോളെ പാലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചായ കൊടുക്കും. അതൊക്കെ ഉണ്ട്. ഞാൻ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങണം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ പറയാൻ പോയത്? അപ്പൊ നീ മൂടാതെ കിടക്കണത് ഞാൻ പറയാം. വന്ന് കുറയ്ക്കുമ്പോൾ വർത്താനം പറയല്ലേ എന്റെ അടുത്ത്. നീ ഇങ്ങോട്ടിരിയടി, അവരമ്മാനും വരവും കൂടി അവിടെ നിന്ന് സംസാരിക്കണം. എന്നാലും നിനക്ക് വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേടി? നീ വരുമെന്ന് അറിഞ്ഞ രഞ്ജും മഞ്ഞൊന്നും സ്കൂളിൽ പോവില്ലായിരുന്നു. ബെസ്റ്റ്. ഞാൻ ഇച്ചാൻ്റെ അടുത്ത് എപ്പോഴും പറയും അമ്മായി, അമ്മാവനെ അമ്മായി ഒന്ന് കണ്ടിട്ട് വരാന്ന്. അപ്പൊ എന്തെങ്കിലും എക്സ്ക്യൂസ് വഴി ഇച്ചാൻ അത് ഒഴിവാക്കും. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോ എന്റെ അടുത്ത് പറയുക പെട്ടെന്ന് റെഡിയാവും, നമുക്ക് അമ്മാവന്റെ വീട്ടിലോട്ട് പോയിട്ട് വന്നു. അങ്ങനെയല്ലേ വന്നത്? എടി അവ സ്നേഹമുള്ളവനാ. എന്തോ അവ സ്നേഹമുള്ളവനാണ്. അയ്യടാ, ഞാൻ ഇച്ചാനും തമ്മിൽ പ്രേമമാണ്, കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അത് പിന്നെ നീ ഒരു നസ്രാണിയുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അയ്യേ, എന്നിട്ട് ഇപ്പോഴല്ലേ അവൻ സ്നേഹമുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായത്. എടി, നിന്റെ ഈ കോലവും പഠിപ്പൊക്കെ വെച്ചിട്ടേ അതുപോലെ ഒരു ചെറുക്കനെ കിട്ടാൻ പാടാ. അങ്ങനെ പറഞ്ഞേ? എന്നെ കാണാൻ കൊള്ളത്തില്ലേ? അതിനൊരു വച്ചപ്പേ ഉള്ളൂ. എടി, എന്തൊക്കെ പറഞ്ഞാലും അവൻ അവന്റെ ജാതി തന്നെ പെട്ടെന്ന് നല്ലൊരു പെണ്ണെ കിട്ടുമായിരുന്നു. അയ്യാ, അതിപ്പോ എന്റെ കുറ്റമാണോ? എന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ കിട്ടിയത്? അതല്ല ഞാൻ പറഞ്ഞത്, അവനെ പോലത്തെ ചെറുക്കനെ കിട്ടിയത് നിന്റെ ഭാഗ്യാണെന്ന്. ഓ പിന്നെ എനിക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ? അപ്പൊ എന്നെ കിട്ടി ഇച്ചാന് ഭാഗ്യമല്ലേ? എടി, എന്തൊക്കെ പറഞ്ഞാലും അവനെ പോലത്തെ നല്ലൊരു ചെറുക്കനെ കിട്ടിയത് ഭാഗ്യം തന്നെ. വലിയില്ല, കുടിയില്ല, യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളും ഇല്ല. എന്താ നോക്കുന്നത്? ഓ പിന്നെ ഇതാണ് ഇത്ര വലിയ കാര്യം. ഇതൊന്നും കാര്യല്ലേ? ഓ ഇടി, ടോമിച്ചിനെ പോലെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുത്തനെ നീ ഒന്ന് കാണിച്ചു തന്നെ. എനിക്കൊന്നും അറിയാൻ പാടില്ല. എടി, നിന്റെ ജാതകത്തിലുണ്ട് നിനക്ക് രാജയോഗാന്ന്. അതുകൊണ്ടല്ലേ എടി അവൻ നിന്നെ പൊന്നു പോലെ നോക്കുന്നത്. എന്തോടി മരുമോനെ ഇങ്ങനെ പോർത്തിയത്? പിന്നെ എവിടെ ചെന്ന് ചോദിച്ചാലേ എപ്പോഴും പറയുന്ന കാര്യമാണ്, വഴിയില്ല, കുടിയില്ല, ആനയാണ് ചേനയാണെന്നൊക്കെ. ഞാൻ സത്യം പറയട്ടെ, ഈ പുറമേ കാണുന്നതൊക്കെ ഉള്ളൂ. നിങ്ങൾ ആരും അറിയാത്ത പല ദുർശീലങ്ങൾ ഈ ചാനുണ്ട്. എന്തുവാടി? അത് നിങ്ങളടുത്ത് ആരും അറിയാതിരിക്കുന്നേ നല്ലത്. പറയടേ, എന്തുവാ?
അമ്മായി നിങ്ങൾ എല്ലാരും എതിർത്തിട്ട് ഞാൻ നിർബന്ധം പിടിച്ചിട്ടല്ലേ ഇച്ചാനെ കെട്ടിയത്. അന്നത്തുള്ള സ്നേഹമൊന്നും ഇപ്പൊ എന്റെ അടുത്തില്ല. ഞാൻ കുറെ മാറി. ഇതാണോ ഇത്ര വലിയ കാര്യം? പിന്നെ കാര്യമല്ലേ എന്റെ അമ്മായി. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇച്ച അനുസരിക്കത്തേ ഇല്ല. നീ നല്ല കാര്യം പറഞ്ഞു കാണില്ല. ഞാൻ ഇതിന്റെ തലയ്ക്ക് ഇറങ്ങി സ്വഭാവം അതല്ല. പിന്നെ എന്താടി അമ്മായി, ഞാനിപ്പൊ എന്തേലും ആവശ്യം വന്നാൽ ഇച്ച എനിക്ക് അത് മേടിച്ചാലൊന്നൊക്കെ ചോദിക്കുവേ. അപ്പൊ ഉടനെ അയ്യോ ലതേ മാസം അവസാനമാണ്, കാശുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ നിരത്തും. അത് ശരി. അത് ശരിയല്ല. എന്നിട്ട് നാട്ടുകാരെങ്കിലും വന്ന് ചോദിക്കണം. എന്റെ പൊന്നെ അമ്മ, ഈ കയ്യിലുള്ള കാശ് 1000 ഉള്ള 10,000 നോക്കത്തില്ല, ഉടനെ എടുത്താൻ കൊടുക്കും. അയ്യോ അയ്യേ ഏട്ടേ, ആരെങ്കിലും വന്നൊന്ന് കരഞ്ഞും കൂടെ കാണിച്ചാ കയ്യിലുള്ളത് മാത്രമല്ല വേണമെങ്കിൽ പലിശക്ക് എടുത്ത് ആശാൻ കൊടുക്കും. ആ എന്റെ അമ്മേ, അതും പോയിട്ടെ. പിന്നെ ആരേലും വന്നിട്ട് ടോമി സാർ നല്ലവനാണ്, ടോമി സാറേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ നിങ്ങളെ പറഞ്ഞ എന്റെ അമ്മേ കയ്യിലിരിക്കണ മുഴുവൻ എടുത്ത് കൊടുക്കും. ഈ പൈസ കടം കൊടുക്കുന്ന കാര്യത്തിൽ ഇച്ചാൻ ദൂർത്തനാണ് അമ്മായി, ദൂർത്തൻ. അത് അത്ര നല്ല സ്വഭാവം അല്ലല്ലോടി. അല്ലല്ല അല്ല, നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞോ ഇത്രയും വലിയ ദുർച്ചലവുള്ള ആളാണ് അമ്മായി? അത് മാത്രമല്ല, ഇപ്പൊ ആരേലും വന്ന് എന്തേലും സഹായം ചോദിച്ചു വരുവാന്ന് വെച്ചോണേ, നേരവും കാലം ഒന്നും നോക്കത്തില്ലെന്നേ. പാതിരാത്രി ആയാലും പകലായാലും എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് ആശാൻ അവരെ കൂടെ അങ്ങ് പോകും. ആന്ന് ഇപ്പൊ പഴയതുപോലത്തെ സ്നേഹമൊന്നും ഇല്ല അമ്മായി എന്റെ അടുത്ത്. പിന്നെ ഞാൻ ഇത് ആരുടെ അടുത്തും ഒന്നും പറയില്ല. എല്ലാം എന്റെ മനസ്സിനെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കുറ്റപ്പെടുത്തുന്നത് എന്നെ. നീ കറിയാ പറയും, നിങ്ങളെല്ലാരും പറ. ഇനി ഞാൻ ഇതൊന്നും അറിയാതെ നിന്നോട് പറഞ്ഞത്. ഞാൻ അറിഞ്ഞു അവൻ ഇങ്ങനെയാണെന്ന്. ടോമി സാർ നല്ലവൻ, ലതയാണല്ലോ അഴുക്ക. നീ വിഷമിക്കല്ലടി. നിങ്ങളൊക്കെ പറഞ്ഞോ, ഞാൻ സഹിച്ചോളാം. എന്തൊക്കെ സഹിക്കണം. അല്ല, അത് ഈ പറമ്പി കിടന്ന നമ്മളെ ഈ ആഫീസിൽ പണിയുന്ന ആണുങ്ങളുടെ കാര്യം വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. അത് ശരി തന്നെയാണ്. ആകപ്പാടെ ഒരു അവധി ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. അതെ, ആ ദിവസം സ്വസ്ഥായിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിക്കുമ്പോഴാ എവിടെയെങ്കിലും എന്നെ വലിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. ഇവിടെ അതെ. പിന്നെ അവളെ പേടിച്ചിട്ടില്ലേ അവള് വല്ലതും പറയുന്നതിന് മുമ്പ് ഞാൻ വെട്ടോ തീർത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. അല്ലാതെ ഈ പറമ്പിനോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ പണി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം പറയാം, എന്തായിരുന്നാലും പറമ്പ് ക്ലീൻ ആയിട്ട് കിടക്കണുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അകത്ത് ഗ്യാസ് കത്തിച്ചാലേ ഗ്യാസ് ചിലവാകുള്ളൂ. ഈ മടൽ പുറത്തിട്ട് കത്തിച്ചാലേ അടുപ്പം കത്തിക്കാം, ഗ്യാസും ലാഭം. അത് ശരി. എനിക്ക് ഞാൻ മറ്റേ തറവാട്ടിലെ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ഈ പറമ്പിലൊക്കെ പോയി ഇതുപോലെ ഈ പാട്ടയും മടലും ഒക്കെ എടുത്തോണ്ട് വരുമായിരുന്നു. എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇവിടെ നിർബന്ധക്കാരനാണ് ഞാൻ പിന്നെ അവിടെ വസ്തു വാങ്ങിച്ചത്. 5 സെന്റ് നിറച്ച് വീടും വെച്ച് ഇപ്പൊ മണ്ണിൽ ചവിട്ടി നടക്കാൻ വയ്യ. കാര്യം പറഞ്ഞാൽ അവിടെ എല്ലാം ഇന്റർലോക്ക് ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ. സൈഡിൽ കൂടെ നടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ തട്ടും. അല്ലടോ വെച്ചാ ഈ ജോലി ഓഫീസ് മാത്രം പോരാ, ഇടയ്ക്കൊക്കെ നമ്മളെ മണ്ണിലിറങ്ങി പണിയും എടുക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും ഇഷ്ടം അത് തന്നെയാണ്. മണ്ണി പണി ചെയ്യാനും തറവാട്ടിൽ താമസിക്കാനും ഇതുപോലെ പറമ്പിൽ പോകാനും ഈ സാധനമൊക്കെ എടുക്കാനും. എവിടെ ഭയങ്കര നിർബന്ധം, എവിടെ സ്വഭാവം അറിഞ്ഞൂടെ. ഒരു കാര്യത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാതെ പിന്നെ മനസ്സമാനത ഒരു വക പറഞ്ഞ തലേ കയറിയില്ല. കല്യാണം കഴിച്ചിട്ട് 3 കൊല്ലമായി. എന്ത് വെച്ചുവല്ലോ. അല്ല, അതൊക്കെ കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. എനിക്ക് തോന്നല്ലേ. നിനക്കത് ശീലമായിക്കോളും. ഞാൻ പറഞ്ഞേ, നീ ഇപ്പൊ കണ്ടില്ലേ നിന്റെ അമ്മായി ഞാൻ കെട്ടിക്കൊണ്ടുവന്നിട്ട് വർഷം 25 ആദ്യത്തെ കൊല്ലം ഞാൻ 3-4 കൊല്ലം വിചാരിച്ച് എവളെ എന്ന് ഉപദേശിച്ച് ശരിയാക്കി എടുക്കാന്ന്. എവിടെ ഒന്നും നടക്കൂല. പിന്നെ ഞാൻ അതങ്ങ് നിർത്തി. അല്ല ഇവള് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ചില നേരത്തെ വർത്താനം കേട്ട് കഴിഞ്ഞാണ്ടല്ലേ നമുക്ക് ഒരുമാതിരി പെരുപ്പ് വന്നു. പിന്നെ ആവശ്യത്തിന് അനാവശ്യത്തിന് ഒരുമാതിരി വൃത്തികെട്ട വാശി. ഒരു കണക്ക് നോക്കിയാലേ ഇതുങ്ങളൊക്കെ പാവങ്ങളാ. നമ്മളാദ്യമൊക്കെ വന്ന് അവര് നമ്മളെ ചെവിയിൽ വന്നു ഗുണഗുണാന്ന് പറഞ്ഞു തരില്ലേ, നമ്മളത് സമ്മതിച്ചു കൊടുത്താൽ മതിയെന്ന്. പിന്നെ ഒരു ശല്യത്തിനും വരില്ല. നമ്മൾ എതിർക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ കഴിവതും എതിർക്കാതെ നോക്കണം. എന്നാലും ചില ഊളത്തരങ്ങളൊക്കെ വിളിച്ചു വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നു. എടാ, മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറയുന്നതേ നമ്മളെ ആണുങ്ങളെ ഉദ്ദേശിച്ച് മാത്രം. നിങ്ങൾ
നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അമ്മായി അത് ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു, ഒരു കയ്യിലെടുത്ത് തരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. അവൻ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഈ മടൽ അവനെ കൊണ്ട് കീറിച്ചാലേ അതുപോലെ നാണക്കേട് നമുക്ക് വേറെ ഉണ്ടോ? പിന്നല്ലേ. അതെ, ഇവരൊക്കെ വന്നാലേ ഇന്ന് ഇത്രയും മതി. നടന്നേ പോയി കുളിച്ച്. ആ, ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് അമ്മ ഭയങ്കര ജോലിയൊക്കെ ചെയ്യില്ലേ? ഭയങ്കര അധ്വാനിയാ. എവിടെന്ന് എന്റെ കൈ കിട്ടുമ്പോഴേ കളഞ്ഞു കിട്ടിയതാ? അല്ലടാ, കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കൈ കിട്ടുമ്പോഴേ കുഴിമടിയനായിരുന്നടാ. പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഉപദേശിച്ചൊക്കെ ഈ ഒരു പരുവത്തിലാക്കി എടുത്ത്. അല്ലടാ, ലത നിന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നിനക്ക് കുറച്ച് വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഉണ്ടെന്ന്. വേണ്ടാത്ത ശീലം? നീ ആർക്കൊക്കെയോ പണം കടം കൊടുക്കുന്നുണ്ടെന്നോ മറ്റോ? അങ്ങനെ അത് അമ്മായി, നമ്മളെ ഈ അയൽവക്കക്കാരും സുഹൃത്തുക്കളും ഒക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യത്തിന് കാശ് കടം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങ് കൊടുക്കും. നമ്മൾ തന്നെ കടം കൊടുക്കണം എന്ന് അത്ര നിർബന്ധം അല്ല. ഇപ്പൊ അമ്മായി, നമ്മള് അങ്ങനെ സഹായിച്ചാൽ എന്താ ഇത്ര കുഴപ്പം? ആ കുഴപ്പമുണ്ട്. എടാ, ഈ പണം കടം കൊടുക്കുമ്പോഴേ ശത്രുക്കളെ മാത്രമേ സമ്പാദിക്കാൻ പറ്റൂ. ഓ ആ, പിന്നെ ഈ ആളുകളെ സഹായിക്കാന്നും പറഞ്ഞിട്ടേ ഈ നേരവും കാലം നോക്കാതെ എന്റെ വീട്ടിൽ നിന്നുള്ള ഇറങ്ങപ്പോക്കുണ്ടല്ലോ, അതും അത്ര നല്ല കാര്യമൊന്നല്ല. അപ്പൊ എല്ലാം വിശദമായിട്ട് ഇവിടെ വിളമ്പിയാനിടയ്ക്ക്. പിന്നെ അവൾ എന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? അവളുടെ അമ്മായിയല്ലേ ഞാൻ. ആ എടാ, ഇങ്ങോട്ട് നോക്കടാ. ലതാ വേറെയും ചില കാര്യങ്ങളൊക്കെ നിന്നെ കൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? ഈടാ, ഒന്നുമില്ലെങ്കിൽ ജാതി മതം നോക്കാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നല്ലേടാ അവൾ. അതിനിപ്പോ എന്താ കുഴപ്പമായി? അതിന്റെ ഒരു സ്നേഹം നീ അവളോട് കാണിക്കണ്ടേ? എടാ, ഒരുപാട് സങ്കടവും വിഷമൊക്കെ അവളുടെ ഉള്ളിലുണ്ട്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവള് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓ, വലിയ ഭർത്താവ്, ഒരു അധ്യാപകനാന്ന് പറഞ്ഞു നടക്കുന്നു. ക്ലാസ് കൊണ്ട് വെക്ക്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഓ, ഇവിടെയുണ്ട് ഒരു സാധനം. ഇവരെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അമ്മാന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് എന്നെ അവൾ വലിച്ചെടുത്തോണ്ട് വന്നത്. ഇച്ചാൻ എന്തേലും പറഞ്ഞ് എന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിരിക്കും. എപ്പോഴും വഴക്കാണ്. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞാലോ? അതിനിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പറയുമ്പോ കുഴപ്പമൊന്നുമില്ല അമ്മാവാ. പക്ഷെ മൂത്തോട് മൂന്ന് നോക്കി അപ്പ വഴക്കാണ് എപ്പോഴും. അതാണ് പ്രശ്നം. അങ്ങനെ പ്രശ്നമാണോന്ന് വെച്ചാ പറയുമ്പോ നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണേ. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റൂല. പക്ഷെ ഒരു ദിവസം തുടങ്ങിയ ഒന്നുകിൽ ഞാൻ ഇച്ചായന്റെ അടുത്ത് അങ്ങോട്ട് വഴക്കിടാൻ പോകും, ഇല്ല ഇച്ചായൻ തുടങ്ങും. ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതാ മക്കളെ. പ്രേമിച്ച് നടക്കുമ്പോ ഇച്ചായൻ ഇങ്ങനെ അല്ലായിരുന്നു, ഒരു വഴക്കം ഉണ്ടാക്കൂലായിരുന്നു. ഇപ്പൊ എന്നെ എന്തെങ്കിലും പറയുമ്പോ ഞാനും തിരിച്ചു പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് വിചാരിക്കണം ഒന്നും പറയണ്ടായിരുന്നു. അല്ല, അതിപ്പോ വഴക്ക് കഴിയുമ്പോ പിന്നെ സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. ആ, അതുണ്ടാവും. പക്ഷെ അത് എപ്പോഴും ഉണ്ടായിരുന്ന എന്ത് രസമായിരുന്നു എന്നാ ഞാൻ പറയണത്. എന്റെ പൊന്നു പോലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ. ഒരു രാത്രി കഴിഞ്ഞാൽ പകലുണ്ടാവും, പകല് കഴിഞ്ഞാൽ രാത്രിയാവും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും, ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? എന്താണ് അമ്മാവനും മരുമോളും തമ്മിൽ ഗൂഢാലോചന? എന്തേ ഇല്ലേ? വീട്ടിൽ ചായ നീ ഇവിടെ ഇല്ലേ? വീട്ടിൽ എന്താണമ്മാ? അല്ല, അവള് നിങ്ങളുടെ കുടുംബകാര്യത്തെ കുറിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഓ, ഇവിടെ പരാതി പറ്റി തുറന്നില്ലേ? അമ്മായിയുടെ അടുത്ത് കുറെ കുറ്റങ്ങൾ എന്നെ കുറിച്ച് നേരത്തെ പറഞ്ഞേ ഉള്ളൂ. അത് പിന്നീട് വീട്ടുകാരെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് പെൺകുട്ടിയായാലും ഇത്തിരി പരാതിയൊക്കെ പറയും. പറഞ്ഞ പരാതിയെ കട്ടി ചിരിച്ചാവും. ഞാൻ അവളെ പിന്നെ എന്താണ് വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല. പിന്നെ ഞാൻ കൂട്ടുകാർക്കൊക്കെ പൈസ വാരിക്കോരി കൊടുക്കുന്നു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നേരവും കാലവും നോക്കാതെ ഞാൻ ഇറങ്ങി ഓടുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമല്ലേ? നമ്മളൊരു സാമൂഹ്യ ജീവിയല്ലേ? പിന്നെ നീ നല്ലവനാണെന്ന് എനിക്കറിയാം. എന്നാലും അവളിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് കുറ്റം അമ്മാന്റെ അടുത്ത് പറഞ്ഞു? അങ്ങനെ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. നീ അവളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല, അവള് ചില സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. അമ്മ അതിപ്പോ കുടുംബം ആകുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തിരി വർത്താനൊക്കെ വരും. അതൊക്കെ ഉണ്ടാവും. എന്നാലും അവൾ ഒരു 10-20 വയസ്സുള്ളപ്പോഴല്ലേ നീ അവളെ കെട്ടിയത്. അപ്പൊ അവളെക്കാൾ പ്രായം കൂടുതൽ നിനക്കാണല്ലോ. അപ്പൊ അഥവാ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കണ്ട നീയല്ലേ? ഒന്നുമില്ലെങ്കിലും നീ ഒരു അധ്യാപകനല്ലേ? ശരി തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ എല്ലാ പെൺകുട്ടികളും വിചാരിച്ചിരിക്കുന്ന കല്യാണം കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം എല്ലാം സന്തോഷവും സമാധാനപരമാണ്. അങ്ങനെയാണ്. സന്തോഷ സമാധാനം മാത്രമായിട്ടൊരു ജീവിതം ഉണ്ടോ? ഇല്ല ഇല്ല. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളത് മനസ്സിലാക്കൂല. അതാണ് പ്രശ്നം. എടാ ലത, അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. സന്തോഷം, സമാധാനം, ക്ഷമ, ഇതുണ്ടെങ്കിൽ സമാധാനകരമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ.
അഥവാ അവൾ എന്തെങ്കിലും ചൂടായിട്ട് വന്നാൽ നീ ഒന്ന് ക്ഷമിച്ചു കൊടുക്കണം. നീ അതിന്റെ മുകളിൽ ചൂടാവാൻ പോരുത്, എനിക്ക് തകർന്നു. മനസ്സിലായില്ലേ? എന്താണ് അമ്മാവനെ അമ്മായിയെ കണ്ടാലേ എനിക്ക് സന്തോഷം വരൂ. ഇപ്പൊ കണ്ടല്ലോ. എന്നിട്ട് എന്താണ് മുഖത്ത് ഒരു വിഷമം, സങ്കടം? എനിക്ക് വിഷമവും സങ്കടമൊന്നുമില്ല. പിന്നെ നിന്റെ മുഖം കണ്ട എനിക്ക് അറിഞ്ഞൂടി. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ, പിന്നെ അമ്മാവിൻ്റെ അടുത്തും അമ്മായിയുടെ അടുത്തും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്തോ ചെറിയൊരു സങ്കടം. എന്തിന്? അവരെന്ത് സന്തോഷത്തിലായി ചായ കഴിയണത്? നമ്മളെ വീട്ടിൽ സന്തോഷമില്ലേ? നമ്മൾ സന്തോഷമായിട്ടല്ലേ കഴിയുന്നത്? ഇനി അങ്ങോട്ട് സന്തോഷത്തോടു കൂടി തന്നെ കഴിയും. എന്ന് സന്തോഷം മാത്രം മതി. ശരി, സമ്മതിച്ചു. അത് പോട്ടെ. എടി, നിന്റെ അമ്മായിയുടെ അടുത്ത് നീ എന്നെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. ആരും എടേ ഇല്ലത് എനിക്ക് ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? എന്ത് വൃത്തിയുടെ സ്വഭാവം പറഞ്ഞു എന്നെ അറിഞ്ഞൂടല്ലോ. ഞാൻ നിന്നെ എന്താണ് വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല, ആൾക്കാർക്ക് ഞാൻ പൈസ വാരിക്കോരി കൊടുക്കുന്നു, ആരെങ്കിലും സഹായത്തിന് വന്നു കഴിഞ്ഞാൽ നേരം കാലം നോക്കാതെ ഇറങ്ങി പോകുന്നു, അതൊക്കെ നീ പറഞ്ഞില്ലേ? അതൊക്കെ ഒരു ദുർശീലമാണോ ഇച്ചായ? നീ അല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെയൊക്കെ ഇച്ചായൻ ചെയ്യുന്നുണ്ടല്ലേ. നാട്ടുകാർക്ക് ഇച്ചായനടുത്ത് ഇത്ര സ്നേഹം. എന്നിട്ടാണ് വേല ആവർത്തിക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ അമ്മ എന്നെ ഉപദേശിച്ചത്. ഉപദേശിക്കാൻ വന്നാ? അതല്ലേ അതിലെ പറഞ്ഞത്. അതില്ലേ ഇച്ചായ, ഞാൻ വന്ന സമയം മുതല് അമ്മായി എന്റെ അടുത്ത് പറയുവാണ് ടോമിച്ച നല്ലൊരു പയ്യനാണ്, നല്ലൊരു മാന്യനാണെന്നൊക്കെ. അത് കേട്ടപ്പോ നിനക്ക് സഹിച്ചില്ല അല്ലേ? പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ എനിക്കറിയത്തില്ല എന്റെ ഇച്ചായൻ മാന്യനാണെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്തിനു നീ അങ്ങനെയൊക്കെ പറയാൻ പറ്റും? കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എന്താണ്? ഇച്ചായ കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഇച്ചായതൊന്നും അറിയത്തില്ലേ? ഇച്ചായ ഒരാൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരുന്നാലേ നമുക്ക് ആ ദോഷമാണ്, കണ്ണ് കിട്ടും. ഞാൻ വന്നപ്പോ പോലെ അമ്മായി എന്റെ അടുത്ത് പറയുവാണ്, യോ ടോമി നല്ല കുട്ടിയല്ലേ, നല്ല സ്വഭാവമുള്ള പയ്യനാണ്, അവന് ജോലിയില്ലേ, നല്ല വരുമാനമില്ലേ, നല്ല മാന്യനാണ്, വെള്ളം ഒടിക്കില്ല, ആനയാണ് ചേനയാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ഇച്ചാന് കണ്ണ് കിട്ടത്തില്ലേ, നമുക്ക് ആ ദോഷമല്ലേ. അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇച്ചിരി കുറ്റം പറഞ്ഞത്. എങ്ങനെയുണ്ട്? എന്താ ഒന്നും വേണ്ടാത്ത? പറഞ്ഞപ്പോ ഇതൊക്കെ ആര് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്? അതങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഈ അമ്മായി തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്. അതും എന്റെ ഇച്ചാൻ ആരും കണ്ണു വെക്കണ്ട. ഇവിടെ കൊണ്ടുവച്ചേ? ഞാനിത് ഇവിടെ കൊണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, അത് നിന്നെ വന്ന് കടിച്ചൊന്നുമില്ലല്ലോ. ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടാ ഞാൻ തട്ടി മറിഞ്ഞു വീണത്. നിനക്ക് മത്തങ്ങ രണ്ട് കണ്ടില്ലായിരുന്നു? നോക്കടാ, ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഞാനാണെങ്കിൽ അതിന്റെ മുകളിൽ തട്ടി മറിഞ്ഞ് വീഴുകയും ചെയ്തു. നോക്കിയും കണ്ട് നടക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലെന്ന്. ഓരോന്ന് തോന്നിയ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ന്യായം പറയുന്നു. ഇവിടെയാണ് ഇത് കൊണ്ടുവയ്ക്കേണ്ടത്. ഞാനത് വിളയിൽ പണി കഴിഞ്ഞിട്ട് വന്നപ്പോ ഇവിടെ വെച്ചു. അമ്മ വഴക്കുണ്ടാക്കല്ലേ? നീ മണ്ടല്ലേ നിങ്ങളിങ്ങനെ ഒച്ചയെടുക്കുന്ന കാര്യം എന്താ? അത് നീ വെച്ചെടുത്തിട്ടില്ല, ഞാൻ അത് കേട്ടോ ഓടി വന്നത്. നാട് തല്ലി ഒളിച്ച് വീണ ആരായ ഒച്ച എടുത്തു പോകും? അത് പിന്നെ നിനക്ക് നോക്കിയും കണ്ട് നടന്നുകൊണ്ടായിരുന്നാ? കൊച്ചുകുട്ടികളെ പോലെ തറയെ നോക്കാൻ നടക്കണേ. അപ്പോഴും 19 വയസ്സായില്ലേ? 50? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ വയസ്സല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്റെ അമ്മാവൊന്നും മിണ്ടായിരിക്കേ. വേണ്ടടി, പറയട്ടെടി. ഇന്നാലേ എനിക്കും പറയാനുണ്ട് കുറച്ച്. അമ്മായിയുടെ ആവേശം കണ്ട നടുവേനൊക്കെ എവിടെ പോയതറിഞ്ഞൂടാ. അതെ, നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ എത്ര പ്രാവശ്യം വെള്ളം അടിച്ച് ബൈക്കിൽ നിന്ന് വീട്ടിട്ട് മനുഷ്യ, ഞാനല്ലേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. പിന്നെ പറയാണ്ട് പിന്നെ ഞാൻ പറയും. മൂക്ക് കേറ്റുവോ? ഒന്ന് നിർത്ത് പ്ലീസ്. ഇതിപ്പം ഞങ്ങളെക്കാളും പരമ കഷ്ടമാണ്. ഒന്നും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് 25 കൊല്ലായില്ലേ? നിങ്ങൾക്കത് പണ്ടേ ഇല്ലല്ലോ ബോധം. അമ്മായി വഴക്കുണ്ടാക്കല്ലേ? ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ രാവിലെ വന്നപ്പോ ഞങ്ങളെ രണ്ടുപേരെ നിങ്ങൾ രണ്ടുപേരും ഉപദേശിച്ച് എങ്ങനെ? നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി വേണം ജീവിക്കാൻ, ക്ഷമ വേണം,
എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സഹിച്ച് ക്ഷമിച്ച് സ്നേഹത്തോടു കൂടി മുമ്പോട്ട് പോയാലേ കുടുംബജീവിതം സ്മൂത്തായിട്ട് പോകും. ഉള്ളത് പറഞ്ഞാലേ ഇതിലും ഭേദം ഞങ്ങളാ. അതെങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3 വർഷമല്ലായുള്ളൂ. ഞങ്ങള് വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഇതിനിടയ്ക്ക് ഞങ്ങൾ വഴക്കിടും, പിണങ്ങും, അടികൂടും, എല്ലാം ചെയ്യും. ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എന്റെ കാലിന് കുഴമ്പിട്ട് തിരുമ്പി തരും. പിന്നെ ആവി പിടിക്കുന്ന വേറെ ആരും നിങ്ങൾ പിടിക്കും. എന്റെ പൊന്നു മക്കളെ, ഈ കുടുംബ ജീവിതമാകുമ്പോ തട്ടിയും മുട്ടിയും കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ സമാധാനപരമായ ഒരു കുടുംബ ജീവിതം ഉണ്ടാവൂ. എന്തുണ്ടാവുള്ളൂ? സമാധാനപരമായ കുടുംബജീവിതം. അതാണ്. നമുക്കിത് വഴക്കിട്ടാലോ? എന്നിട്ട്